ഈ അതൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുമ്പോൾ തൊട്ട് പിന്നാലെ വന്നു ഇത് വാഴക്കുല ഏതാണ്ട് എനിക്ക് തോന്നുന്നു പഠിപ്പിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പ്ലേജിയറിസം വന്നത്. അപ്പോൾ അത് കോപ്പി അടിച്ചതാണ്. വെറുതെ കോപ്പി അടിക്കുകയല്ല, വേർഡ് ബൈ വേർഡ് അല്ലെങ്കിൽ ലെറ്റർ ബൈ ലെറ്റർ അല്ലെങ്കിൽ Ctrl+C Ctrl+V അടിച്ചതാണ്. അതുകൊണ്ടാണ് ആ പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് കടന്നു വന്നത് എന്നതായിരുന്നു അടുത്ത ആരോപണം. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. എനിക്ക് അതിനകത്ത് വലിയ പ്രതിഷേധമുണ്ട്. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, ഗവേഷണം എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സസിൻ്റെ എല്ലാം ലഭ്യതയ്ക്കനുസരിച്ച് അവയെല്ലാം മനസ്സിലാക്കി അവയെല്ലാം വായിച്ച് അവയെല്ലാം നമ്മൾ സൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. റിസർച്ച് മെത്തഡോളജി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായ റെഗുലേഷൻ ഉണ്ട്. 10% താഴെ സിമിലാരിറ്റി ആവാം. 10% താഴെയുള്ള സിമിലാരിറ്റി വരെ അനുവദനീയമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ തീസിസ് സമർപ്പിക്കുന്ന സമയത്ത് സർവകലാശാല നിർദ്ദേശിച്ചിട്ടുള്ള സൈറ്റിനകത്ത് പ്ലേജറിസം ചെക്ക് ചെയ്തിരുന്നു. അതിൽ എൻ്റെ സിമിലാരിറ്റി 4% മാത്രമാണ്. ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കൈവശം ഇരിക്കുന്ന ഘട്ടത്തിലാണ് പല രാത്രി ചർച്ചകൾക്കകത്തും ഇത് കോപ്പിയടിയല്ലേ എന്ന തരത്തിൽ ചോദിക്കുന്നത്. ഒന്ന്, ഈ വിഷയത്തെക്കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതൊരു പുതിയ വിഷയമാണ്. ഇതിൻ്റെ സെക്കൻഡറി സോഴ്സസ് ലഭ്യമാക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ട് എനിക്കറിയാം. കാരണം ഇതിനെ കുറിച്ചുള്ള പഠനങ്ങൾ അധികം നടന്നിട്ടില്ല. 10 സിനിമകൾ എടുത്തു. ആ 10 സിനിമകൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈമറി ടെക്സ്റ്റ് ആയിട്ട് അതുണ്ട്. എന്നാൽ സെക്കൻഡറി സോഴ്സസ് ആയിട്ടുള്ളത് ചില ആനുകാലികങ്ങൾ, ചില ലേഖനങ്ങൾ, ചില സിനിമാ നിരൂപണങ്ങൾ, പിന്നെ സിനിമാ തിയറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലേഖനങ്ങൾ, ബുക്കുകൾ, അതൊക്കെയാണ് ഉള്ളത്. ഞാൻ ഏറ്റവും എൻ്റെ ഓപ്പൺ ഡിഫെൻസ് അല്ലെങ്കിൽ എൻ്റെ സബ്മിഷന് തൊട്ട് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ചലച്ചിത്രത്തെ വരെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ആ തീസിസ് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതുപോലൊരു വിഷയം പകർത്തി എഴുതാനോ നോക്കി എഴുതാനോ കഴിയുന്നത്? പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞത് ബോധി കോമൺസിനകത്തും ഈ സമാനമായ തെറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ JNUവിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണമാണ്, പൂർവ്വ വിദ്യാർത്ഥികളുടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ബോധി കോമൺസ് ഞാൻ സൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വർക്ക് സൈറ്റിനകത്ത് അതുണ്ട്. ബോധി കോമൺസ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് റെഫർ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ ഏതൊരു നിമിഷത്തിൽ ചിലപ്പോൾ കടന്നുകൂടിയിട്ടുള്ളതായിരിക്കാം. പക്ഷേ അതിലെ ഏതെങ്കിലും വാചകം എടുത്ത് അതുപോലെ പകർത്താനോ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല തയ്യാറായിട്ടുള്ളത്. അതിൽ ഐഡിയാസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആശയം ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് തന്നെ ഒരു ട്രോളായി മാറിയിരിക്കുന്ന കാലത്താണ് നാം നിൽക്കുന്നത്. ഞാനൊരു ട്രോള് രസകരമായി കണ്ടു. ഒരു പൊടിക്കൊച്ച് അപ്പുറത്തെ പേപ്പറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ സർ കോപ്പിയല്ല ആശയം ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ തീസിസ് PhDയുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പല ആശയങ്ങളും പല പുസ്തകങ്ങളും ഒക്കെ വായിച്ച് അതിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്നും നമ്മുടെ ഫൈൻഡിങ്സും കൂടിയായി നൽകുന്ന ഒന്നാണ്. അപ്പോൾ അത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ അക്കാഡമിക് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അത് കൂടുതൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇത്തരം തമാശകളും ട്രോളുകളും ഒക്കെ ഇതിനൊപ്പം വരുന്നുണ്ട്.